Dear students, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പ്രോസസ് കൺട്രോൾ ഫൈനൽ കൺട്രോൾ എലിമെന്റ് എന്ന് പറഞ്ഞ തേർഡ് യൂണിറ്റിന്റെ ഭാഗങ്ങളാണ്. ഫസ്റ്റ് യൂണിറ്റിൻ്റെത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതാണ്. അതിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് തേർഡ് യൂണിറ്റിലേക്ക് പ്രവേശിക്കാം. ഒരു ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റത്തിന്റെ ബേസിക് ഒരു സ്കീമാറ്റിക് ഡയഗ്രമാണ് കാണിച്ചിരിക്കുന്നത്. നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇതിൽ നമ്മുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വാട്ടർ ലെവൽ, ഇതൊരു ലെവൽ കൺട്രോൾ സിസ്റ്റം ആണ്. വാട്ടർ ലെവൽ കോൺസ്റ്റന്റ് ആയി നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ എയിം. അപ്പൊ നമ്മുടെ സെറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എച്ച് ആണ്. സെറ്റ് പോയിന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിലവിലുള്ള വാട്ടറിന്റെ ലെവൽ സ്മോൾ എച്ച്, നിലവിൽ എത്രയാണോ ഇതിന്റെ ലെവൽ അതാണ് സ്മോൾ എച്ച്. അത് നമ്മൾ ഈ എറർ ഡിറ്റക്ടറിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യും. ഫീഡ്ബാക്ക് ചെയ്യുമ്പോൾ ഈ സെറ്റ് പോയിന്റ് മൈനസ് നിലവിൽ ഇപ്പോഴുള്ള വാട്ടറിന്റെ ലെവൽ എത്രയാണോ അത് ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഈ ഇത് എച്ച് മൈനസ് ക്യാപിറ്റൽ എച്ച് മൈനസ് സ്മോൾ എച്ച് ആണ് എറർ. അത് കൺട്രോളറിലേക്ക് വരും. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മുടെ സെറ്റ് പോയിന്റ് വാല്യൂ 1 മീറ്ററും നിലവിൽ ഉള്ള ലെവൽ 1.2 മീറ്റർ ആണെന്ന് വിചാരിക്കുക. നിലവിൽ ഇപ്പോഴുള്ള ലെവൽ എച്ചിനേക്കാൾ കൂടുതലായതുകൊണ്ട് ഇത് ചിലപ്പോൾ 1.2 മീറ്റർ ആയിട്ട് എസ്യൂം ചെയ്യാം. സോ ദിസ് വൺ ഈസ് 1.2 മീറ്റർ ആൻഡ് ക്യാപിറ്റൽ എച്ച് അവർ സെറ്റ് പോയിന്റ് ഈസ് 1 മീറ്റർ. So error will be this 1 minus 1.2. The error value will be negative, minus 0.2 വരും, minus 0.2. കൺട്രോളറിൽ മൈനസ് 0.2 വന്നു കഴിഞ്ഞാൽ കൺട്രോളർ മനസ്സിലാക്കും സെറ്റ് പോയിന്റിനേക്കാൾ കൂടുതലാണ് നിലവിൽ വാട്ടർ ലെവൽ, അതുകൊണ്ട് ഈ വാൽവ് തുറന്നു വിടണമെന്ന് മനസ്സിലാക്കും. അതിനനുസരിച്ച് കൺട്രോളർ ആക്ച്വേറ്ററിലേക്ക് സിഗ്നൽ കൊടുക്കും. ആക്ച്വേറ്റർ വാൽവ് ഓപ്പൺ ചെയ്തിട്ട് ഈ വാട്ടർ പുറത്തേക്ക് വിടും. അപ്പോൾ ഈ ലെവൽ കുറഞ്ഞ് വന്ന് ക്യാപിറ്റൽ എച്ചിലേക്ക് എത്തും. എപ്പോഴാണ് ക്യാപിറ്റൽ എച്ചിലേക്ക് എത്തുന്നത്? അപ്പോൾ എറർ ഈ നിലവിലെ ലെവൽ ക്യാപിറ്റൽ എച്ചിലേക്ക് എത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ തന്നെ ആകുമ്പോൾ 1 മൈനസ് 1 സെറ്റ് പോയിന്റ് മൈനസ് മെഷേർഡ് വാല്യൂ 1 മൈനസ് 1 ഈക്വൽ ടു 0 വരും. എറർ 0 ആകുമ്പോൾ കൺട്രോളർ ഉടനെ അത് വർക്ക് സ്റ്റോപ്പ് ചെയ്യും, വാൽവ് ക്ലോസ് ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ എത്രയാണോ പ്രോസസ്സിന്റെ നമ്മുടെ എയിം സെറ്റ് പോയിന്റ് അല്ലെങ്കിൽ ഡിസൈഡ് വാല്യൂ എത്രയാണോ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ആ ലെവലിലേക്ക് ഇത് എത്തിക്കാൻ പറ്റും. എന്താണ് ശരിക്കും ഒരു ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റത്തിൽ നടക്കുന്നത്. ഇതിന്റെ ഫൈനൽ കൺട്രോൾ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഭാഗം മാത്രമാണ്. ഇത് മാത്രമാണ് ഈ യൂണിറ്റ് ഉള്ളത്. ആക്ച്വേറ്ററും കൺട്രോൾ വാൽവും കൂടിയുള്ള ഈ ഭാഗം. എങ്ങനെയാണ് ഈ ഭാഗങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഈ യൂണിറ്റ് പഠിക്കാനുള്ളത്. ആക്ച്വേറ്റർ പ്ലസ് കൺട്രോൾ വാൽവ്. അതിന്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് പ്രോസസ് കൺട്രോൾ. നമ്മൾ ഇപ്പോൾ പറഞ്ഞ പ്രോസസ്സിന്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ് വരച്ചിരിക്കുന്നത്. ഇത് നമുക്കറിയാം സെറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ എച്ച് എത്രയാണോ നമുക്ക് വേണ്ട ലെവൽ അത് ഇവിടെ കൊടുത്തു. പ്രോസസ്സിൽ നിലവിലുള്ള ലിക്വിഡ് ലെവൽ എത്രയാണോ അത് നമ്മൾ ഫീഡ്ബാക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ട്രാൻസ്ഡ്യൂസർ വെച്ചിട്ട് ഈ ലെവൽ മെഷർ ചെയ്ത് ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ട്. സ്മോൾ എച്ച് ആണ് ഇത്. അപ്പോൾ എറർ എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള സെറ്റ് പോയിന്റ് വാല്യൂ ഇവിടെ 6 കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് റെപ്രസെന്റേഷൻ 6 ആണ് സെറ്റ് പോയിന്റ്. ഫീഡ്ബാക്ക് എലിമെന്റ് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് വാല്യൂ റെപ്രസെന്റ് ബി ആണ്. സോ എറർ വിൽ ബി ആർ മൈനസ് ബി. ഇവിടെ കിട്ടുന്ന വാല്യൂ ആർ മൈനസ് ബി ആണ്. നേരത്തെ നമ്മൾ 1 മൈനസ് 1.2 എന്ന് പറഞ്ഞ പോലെ മൈനസ് 0.2 ഇവിടെ കിട്ടി. ഇത് കിട്ടിക്കഴിഞ്ഞാൽ കൺട്രോളറിലേക്കാണ് സിഗ്നൽ വരിക. കൺട്രോളർ ഈ എററിന് പ്രൊപ്പോർഷണൽ ആയിട്ട് ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. അതിന് പറയുന്നവരാണ് കൺട്രോളർ ഔട്ട്പുട്ട് സിഗ്നൽ. ഈ കൺട്രോളറിന് വരുന്ന ഈ ഔട്ട്പുട്ട് വാല്യൂ കൊണ്ട് വേണം നമ്മൾ ഫൈനൽ കൺട്രോൾ എലിമെന്റ് ഓപ്പറേറ്റ് ചെയ്യാൻ. അപ്പൊ ഇതിന്റെ വാല്യൂ കൺട്രോളറിന്റെ ഔട്ട്പുട്ട് ചെറിയ വാല്യൂ ആയിരിക്കും. അത് ഒരു ആംപ്ലിഫൈ ചെയ്യണം. കുറെ പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോയിട്ടാണ് ഇവിടെ ഫൈനൽ കൺട്രോൾ എലിമെന്റ്, സോ മാനിപ്പുലേറ്റഡ് വേരിയബിൾ നമ്മൾ വേരി ചെയ്തിട്ട് പ്രോസസ്സിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള ഈ ഒരൊറ്റ ബ്ലോക്ക് ഡയഗ്രാം മാത്രമാണ്, ഈ ഒരു ഒറ്റ ബ്ലോക്ക് ഫൈനൽ കൺട്രോൾ എലിമെന്റിന്റെ ബ്ലോക്ക് മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവും ഫൈനൽ കൺട്രോൾ എലിമെന്റിന്റെ ഇൻപുട്ട് സൈഡ് എന്ന് പറയുന്നത് കൺട്രോളറിൽ നിന്ന് വരുന്ന കൺട്രോൾ സിഗ്നലും ഔട്ട്പുട്ട് നേരെ കൊടുക്കുന്നത് പ്രോസസ്സിലേക്കാണ്. ഇവിടെ പറയാം ഫൈനൽ കൺട്രോൾ എലിമെന്റിന്റെ ഇൻപുട്ട് സൈഡ് എന്ന് പറയുന്നത് കൺട്രോളറിൽ നിന്ന് വരുന്ന സിഗ്നലും ഫൈനൽ കൺട്രോൾ എലിമെന്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നേരെ പ്രോസസ്സിലേക്കാണ്. അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമുക്ക് സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ തേർഡ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഫൈനൽ കൺട്രോൾ ഓപ്പറേഷൻ ആണ്. ഇത് കാണുന്നുണ്ട് ഇവിടെ. ഇതാണ് ഇത് ബേസിക് ബ്ലോക്ക് ഡയഗ്രാം. ഇതിന്റെ ഈ 3 ബ്ലോക്കാണ് ഫൈനൽ കൺട്രോൾ ഓപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് സിഗ്നൽ കൺവേർഷൻസ്, ദെൻ ആക്ച്വേറ്റർ, ദെൻ ഫൈനൽ കൺട്രോൾ എലിമെന്റ്. ഈ സിഗ്നൽ കൺവേർഷൻ യൂണിറ്റിലേക്ക് സിഗ്നൽ വരുന്നത് കൺട്രോളറിൽ നിന്നാണ്. കൺട്രോളറിൽ നിന്ന് വരുന്ന കൺട്രോൾ സിഗ്നലാണിത്. അതുപോലെ ഫൈനൽ കൺട്രോൾ എലിമെന്റ് നേരെ മാനിപ്പുലേറ്റ് ചെയ്ത് പ്രോസസ്സിലേക്കാണ് സിഗ്നൽ
പോകുന്നത്. അപ്പോൾ ഈ 3 ബ്ലോക്കാണ് നമുക്കിപ്പോൾ പഠിക്കാനുള്ളത്. സിഗ്നൽ കൺവേർഷൻ, ആക്ച്വേറ്റർ, ഫൈനൽ കൺട്രോൾ എലിമെന്റ്. സിഗ്നൽ കൺവേർഷൻസ് എന്ന് പറഞ്ഞാൽ ദ ഒബ്ജക്റ്റീവ് ഓഫ് സിഗ്നൽ കൺവേർഷൻ ഈസ് ടു കൺവേർട്ട് ദ ലോ എനർജി കൺട്രോൾ സിഗ്നൽ ടു എ ഹൈ എനർജി സിഗ്നൽ ടു ഡ്രൈവ് ദ ആക്ച്വേറ്റർ. നമുക്കറിയാം കൺട്രോളർ എന്ന് വരുന്ന സിഗ്നൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വാല്യൂ ഉണ്ടാവും. ഒന്നുകിൽ ഇലക്ട്രിക്കൽ സിഗ്നൽ ആണ് 4 to 20 മില്ലി ആംപിയർ. 4 മില്ലി ആംപിയർ മുതൽ 20 മില്ലി ആംപിയർ വരെയുള്ള സിഗ്നലാണ് ഒരു കൺട്രോളർ ഔട്ട്പുട്ട് ആയിട്ട് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കൺട്രോളർ ജനറേറ്റ് ചെയ്യുന്ന സിഗ്നൽ. അതുപോലെ ഒരു ന്യൂമാറ്റിക് സിഗ്നൽ ആണെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് മൂന്ന് ടൈപ്പാണ് നമ്മളിത് സിഗ്നൽ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഒന്നുകിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ന്യൂമാറ്റിക്. വാല്യൂ ഇലക്ട്രിക്കൽ തന്നെ വോൾട്ടേജ് ഫോമിലുണ്ട്, അതുപോലെ കറണ്ട് ഫോമിലുണ്ട്, ന്യൂമാറ്റിക് ഫോം ഉണ്ട്. ഇലക്ട്രിക്കൽ ഫോമിലാണ് 4 to 20 മില്ലി ആംപിയർ സിഗ്നലും, ന്യൂമാറ്റിക് ഫോമാണ് 3 to 15 PSI. അപ്പോൾ സിഗ്നൽ കൺവേർഷൻ ആയിട്ട് ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന 1-2 ഡിവൈസസുകളാണ് റിലേസ് അല്ലെങ്കിൽ ആംപ്ലിഫയേഴ്സ്. ബേസിക്കലി റിലേസ് ആണ് ഒരു ചെറിയ സിഗ്നലിനെ നമുക്ക് റിലേ വെച്ചിട്ട് 4 to 20 മില്ലി ആംപിയർ ഉപയോഗിച്ചുകൊണ്ട് 230 വോൾട്ടിനെ നമുക്ക് ഒരു ആക്ച്വേറ്ററിലേക്ക് കടത്തിവിടാൻ നമുക്ക് റിലേസ് ഉപയോഗിക്കാം. അതല്ലാതെ 4 to 20 മില്ലി ആംപിയറിന്റെ ചെറിയൊരു ആംപ്ലിഫിക്കേഷൻ മതിയെങ്കിൽ നമുക്ക് ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാം. ആംപ്ലിഫയർ യൂസ് ചെയ്താലും മതി. നെക്സ്റ്റ് പാർട്ട് ഈസ് ആക്ച്വേറ്റർ. Actuator converts the signal received from signal converter to a rotary or linear motion. നേരത്തെ പറഞ്ഞു നമ്മളെ കൺട്രോൾ വാൽവ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന അത് നമ്മൾ മോഷൻ കൊടുത്താലാണ് വാട്ടർ കിട്ടും. നമ്മൾ പൈപ്പ് ടാപ്പ് പിടിച്ച് തിരിക്കണം. അതുകൊണ്ട് അത് റോട്ടറി ടൈപ്പ് കൺട്രോൾ വാൽവാണ്. റോട്ടറി മോഷൻ, അതായത് ഈ റോട്ടേഷണൽ മോഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണോ അതാണ് ആക്ച്വേറ്റർ. ആക്ച്വേറ്ററിന്റെ ഫംഗ്ഷൻ അതാണ്. ആക്ച്വേറ്റർ ആണ് റോട്ടറി മോഷൻ കൊടുക്കുക. റോട്ടറി മോഷൻ ആക്ച്വേറ്റർ കഴിഞ്ഞാൽ മാത്രമേ വാൽവ് ഓപ്പൺ ആവുന്നുള്ളൂ. ഇത് റോട്ടറി, അതുപോലെ ലീനിയർ മോഷനുള്ള ആക്ച്വേറ്റർ കൂടി ഉണ്ട്. അപ്പൊ 2 ടൈപ്പാണ്, റോട്ടറി ഉണ്ട്, ലീനിയർ. ഈ റോട്ടറി മോഷനോ ലീനിയർ മോഷനോ പ്രൊവൈഡ് ചെയ്യുന്ന ഡിവൈസസിന് പറയുന്ന പേരാണ് ആക്ച്വേറ്റർ. ഇൻപുട്ട് സിഗ്നൽ വന്നാൽ ഒന്നുകിൽ റോട്ടറി മോഷൻ പ്രൊവൈഡ് ചെയ്യണം അല്ലെങ്കിൽ ലീനിയർ മോഷൻ. If a valve is used to control fluid flow, some mechanism must physically open or close the valve. കൺട്രോളറിന്റെ ഒരു ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞാൽ വാൽവ് ഒന്നുകിൽ ഓപ്പൺ ചെയ്യണം അല്ലെങ്കിൽ ക്ലോസ് ചെയ്യണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ആക്ച്വേറ്റർ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ആക്ച്വേറ്റർ. 3 ടൈപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. ന്യൂമാറ്റിക് ആക്ച്വേറ്റർ, ഇലക്ട്രിക് ആക്ച്വേറ്റർ ആൻഡ് ഹൈഡ്രോളിക് ആക്ച്വേറ്റർ. ഫസ്റ്റ് വൺ ഈസ് ന്യൂമാറ്റിക് ആക്ച്വേറ്റർ. അത് 2 ടൈപ്പാണ്. ഡയറക്റ്റ് ആക്ഷൻ ന്യൂമാറ്റിക് ആക്ച്വേറ്റർ, റിവേഴ്സ് ആക്ഷൻ ന്യൂമാറ്റിക് ആക്ച്വേറ്റർ. ഡയറക്റ്റ് ആക്ഷൻ ന്യൂമാറ്റിക് ആക്ച്വേറ്റർ ഡയഗ്രം ശ്രദ്ധിക്കുക. ഇതിൽ ഈ കാണിച്ചത് മാത്രമാണ് ആക്ച്വേറ്റർ. ഈ കാണിച്ചതെന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷനാണ് ആക്ച്വേറ്റർ ആയിട്ടുള്ളത്. ഇതിൽ ഇത് കാണുന്ന ന്യൂമാറ്റിക് ആക്ച്വേറ്റർ ആണ്. ന്യൂമാറ്റിക് ആക്ച്വേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് എപ്പോഴും ന്യൂമാറ്റിക് സിഗ്നൽ ആയിരിക്കും. ന്യൂമാറ്റിക് സിഗ്നൽ എന്ന് പറഞ്ഞാൽ പ്രഷർ സിഗ്നൽ, എയർ പ്രഷർ സിഗ്നൽ ആയിരിക്കും. ഇനീഷ്യലി ഇതിന്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് പ്രഷർ കൊടുക്കണം. ഇവിടെ ഇതാണ് ഡയഫ്രം. ഇവിടെ ഒരു ഡയഫ്രം വെച്ചിട്ടുണ്ട്. ഡയഫ്രം മീൻസ് ഇറ്റ് ഈസ് എൻ എലാസ്റ്റിക് എലിമെന്റ്. ഈ കാണിച്ചതാണ് ഡയഫ്രം. പിന്നെ ഒരു സ്പ്രിങ് വെച്ചിട്ട് ഇത് ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ സ്പ്രിങ് ഇവിടെ ലോഡ് ചെയ്തിട്ടുണ്ട്. സെന്ററിൽ ഒരു സ്റ്റെം ഉണ്ട്, സ്റ്റെം അല്ലെങ്കിൽ ഒരു റോഡ്. അപ്പൊ ഇനീഷ്യലി ഇവിടെ പ്രഷർ കുറവാണെങ്കിൽ ഇതാണ് ഇതിന്റെ ഇനീഷ്യൽ പൊസിഷൻ. ഇവിടെ ഒരു ഹൈ പ്രഷർ വന്നു കഴിഞ്ഞാൽ ഈ ഡയഫ്രം താഴോട്ടേക്ക് വരും. ഡയഫ്രം താഴോട്ടേക്ക് വരുമ്പോൾ ഈ റോഡ് ഇങ്ങനെ ഇതുപോലെ താഴോട്ടേക്ക് മൂവ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ട് സിഗ്നൽ കൊണ്ട് ഒരു ലീനിയർ മോഷൻ നമ്മൾ ഇവിടെ ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഇതിനെ ആക്ച്വേറ്റർ എന്ന് പറയുന്നത്. ന്യൂമാറ്റിക് എന്ന് പറയുന്നത് ഇൻപുട്ട് കൊടുക്കുന്നത് പ്രഷറാണ്. ആക്ച്വേറ്റർ എന്ന് പറയാൻ കാരണം ഈ പ്രഷർ ഇവിടെ അപ്ലൈ ചെയ്തപ്പോൾ ഇതിന് ലീനിയർ മോഷൻ ജനറേറ്റ് ചെയ്യാൻ പറ്റി. ഇതാണ് ഡയറക്റ്റ് ആക്ഷൻ ന്യൂമാറ്റിക് ആക്ച്വേറ്റർ. ഇതെങ്ങനെ ഒരു വാൽവിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഈ ഡയഗ്രം കാണിക്കുന്നത്. ഇതിൽ ഈ ഭാഗമാണ് ആക്ച്വേറ്റർ. ഡയഗ്രം ശ്രദ്ധിക്കുക. ഇത് ആക്ച്വേറ്റർ. താഴെ കാണിച്ചിരിക്കുന്ന ഈ ഭാഗമാണ് കൺട്രോൾ വാൽവ്. ഇത് വാൽവും ഇത് ആക്ച്വേറ്ററും. ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള അസംബ്ലിയാണ് കാണിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞു വാൽവ് ഓപ്പൺ ചെയ്യണോ ക്ലോസ് ചെയ്യണോ എന്നുള്ള സിഗ്നൽ വരുന്നത് കമ്പ്യൂട്ടറിൽ നിന്നാണ്. കമ്പ്യൂട്ടറിൽ നിന്ന് സിഗ്നൽ വരുമ്പോൾ ആ സിഗ്നൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് പ്രഷറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇതിനെ പ്രഷറായിട്ട് കൺവേർട്ട് ചെയ്യണം.
അല്ലെങ്കിൽ കറണ്ട് ടു പ്രഷർ കൺവേർട്ടർ എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് കൂടി ഇവിടെ ആവശ്യമുണ്ട്. കൺട്രോളറിന് സിഗ്നൽ വരുന്നു, അതിനെ ആ ഇലക്ട്രിക് സിഗ്നലിനെ പ്രഷർ സിഗ്നലാക്കി മാറ്റിയിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഈ കറണ്ടിനെ പ്രഷറാക്കി മാറ്റുന്ന ഈ ഡിവൈസ് ആണ് നമ്മൾ ഇതിൽ ആദ്യം പറഞ്ഞ ഈ ഡയഗ്രത്തിൽ പറഞ്ഞ സിഗ്നൽ കൺവേർഷൻ യൂണിറ്റ്. ഈ സിഗ്നൽ കൺവേർഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഈ വരുന്ന കറണ്ടിനെ ഇവിടെ പ്രഷറാക്കിയിട്ട് കൊടുക്കും. കറണ്ടിനെ പ്രഷറാക്കാം, അതിനെ നമുക്ക് സിഗ്നൽ കൺവേർഷൻസ് എന്ന് പറയാം. സിഗ്നൽ കൺവേർട്ട് ചെയ്ത് പ്രഷറാക്കി മാറ്റിയതിന് ശേഷം ഈ പ്രഷർ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡയഫ്രം താഴോട്ടേക്ക് വരും. ഈ ഡയഫ്രം താഴോട്ടേക്ക് വരുമ്പോൾ ഈ റോഡ് ഇങ്ങനെ താഴോട്ടേക്ക് വരും. റോഡ് താഴോട്ടേക്ക് വരുമ്പോൾ ഇത് ക്ലോസ് ചെയ്യും. ഇവിടെ ഇത് ടൈറ്റായി നിൽക്കും. ടൈറ്റായി നിൽക്കുമ്പോൾ ഇവിടെ ഇതിലെയുള്ള വാട്ടറിന്റെ ഫ്ലോ അത് സ്റ്റോപ്പ് ചെയ്യും. വാട്ടർ ഫ്ലോ നിർത്തും. ഇതിലെയാണ് വാട്ടർ ഫ്ലോ. ഇനീഷ്യലി ഇവിടെ സിഗ്നൽ ഒന്നും വരുന്നില്ലെങ്കിൽ ഇതിലെ വാട്ടർ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇതിലെ വാട്ടറിന്റെ ഫ്ലോ പാത്താണ് ഞാൻ കാണിക്കുന്നത്. ഒരു കൂടി കാണിക്കാം. വാട്ടർ ഇതിലെ വന്ന് ഇങ്ങനെ വന്ന് നമ്മൾ പുറത്തേക്ക് എടുക്കും. എപ്പോഴാണ് ഇവിടെ പ്രഷർ സിഗ്നൽ അപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ ഈ ഡയഫ്രം നേരെ താഴോട്ടേക്ക് വന്ന് ഇത് ബ്ലോക്ക് ആയി നിൽക്കും. ഇത് ബ്ലോക്ക് ആകുമ്പോൾ വാട്ടറിന്റെ ഫ്ലോ കട്ടാവും. ഇതിന്റെ റിവേഴ്സ് ആക്ഷൻ ഉണ്ട്. നെക്സ്റ്റ് റിവേഴ്സ് ടൈപ്പ് കാണിക്കാം. റിവേഴ്സ് ആക്ഷൻ ന്യൂമാറ്റിക് ആക്ച്വേറ്റർ. അതിനു മുമ്പ് എന്താണ് ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറയും. ഡയറക്റ്റ് ആക്ഷൻ ന്യൂമാറ്റിക് ആക്ച്വേറ്റർ എന്ന് പറഞ്ഞാൽ പ്രഷർ കൊടുക്കുമ്പോൾ, പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഡയഫ്രം താഴോട്ടേക്ക് വരുന്നു. ഡയഫ്രം താഴോട്ടേക്ക് വരുമ്പോൾ ഈ സ്റ്റെം പുറത്തേക്ക്, ഈ യൂണിറ്റിൽ നിന്ന് പുറത്തേക്കാണ് ഇത് മൂവ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഈ റോഡ് ഈ യൂണിറ്റിൽ നിന്ന് പുറത്തേക്കാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറയും. റിവേഴ്സ് ആക്ഷനിൽ സ്റ്റെം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെം അല്ലെങ്കിൽ ഷാഫ്റ്റ് കൊടുത്തിരിക്കുന്ന ഇവിടെയാണ്. പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഷാഫ്റ്റ് ഈ യൂണിറ്റിന്റെ ഉള്ളിലേക്കാണ് കയറി പോവുക. ഉള്ളിൽ കയറി പോകുന്നതുകൊണ്ടാണ് ഇതിനെ റിവേഴ്സ് ആക്ഷൻ ന്യൂമാറ്റിക് ആക്ച്വേറ്റർ എന്ന് പറയുന്നത്. ഈ രണ്ട് മോഡിൽ നമുക്കിത് ന്യൂമാറ്റിക് ആക്ച്വേറ്ററെ വർക്ക് ചെയ്യിപ്പിക്കാം. ഒന്ന് ഡയറക്റ്റ് ആക്ഷൻ, സെക്കൻഡ് വൺ ഈസ് റിവേഴ്സ് ആക്ഷൻ. നെക്സ്റ്റ് ഇലക്ട്രിക് ആക്ച്വേറ്റർ. ഇലക്ട്രിക് ആക്ച്വേറ്ററിന്റെ ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത് സോളിനോയിഡ്. Solenoid is an example of electric actuator. The main part of these systems are a coil. This is a coil connected like this. This terminals of coils, two terminals. Coil ഇങ്ങനെ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ അതിന്റെ രണ്ട് ടെർമിനൽ ആണ് ഈ കാണിച്ചിരുന്നത്. അതിൽ കോയിൽ കോണ്ടാക്ട് ടെർമിനൽസ്. ഇവിടെ അതിന്റെ ഫ്രീ മൂവ്മെന്റ് ഉള്ള ഒരു പ്ലഞ്ചർ അല്ലെങ്കിൽ ഒരു അയൺ കോർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ അയൺ കോറിനെ ഇതിന്റെ ഉള്ളിൽ സ്പ്രിങ് വെച്ച് ലോഡ് ചെയ്തിട്ടുണ്ട്. സ്പ്രിങ്ങും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. എപ്പോഴാണോ ഇവിടെ ഒരു കറണ്ട് സിഗ്നൽ വരുന്നത്, ഈ കോയിലിൽ ഒരു കറണ്ട് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ഈ കോയിൽ ഒരു മാഗ്നറ്റ് ആയിട്ട് മാറും. കോയിൽ ഒരു മാഗ്നറ്റ് ആയിട്ട് മാറും. കോയിൽ മാഗ്നറ്റ് ആയിട്ട് മാറുമ്പോൾ ഈ അയൺ കോറിനെ അത് ഉള്ളിലേക്ക് വലിച്ചെടുക്കും. കാരണം ഇത് അയൺ ആണ്, അപ്പോൾ ഇത് മാഗ്നറ്റ് ആണ്, ഇത് ഇങ്ങോട്ടേക്ക് വലിക്കും. അപ്പോൾ നമ്മൾ ഒരു ഇലക്ട്രിക് സിഗ്നൽ കൊടുക്കുമ്പോൾ ഇവിടെ നമുക്കൊരു മോഷൻ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, ഒരു ലീനിയർ മോഷൻ. അതുകൊണ്ടാണ് ഇതിനെ ഇലക്ട്രിക് ആക്ച്വേറ്റർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ കൊടുത്ത സിഗ്നൽ നമ്മൾ വിട്ടുകളഞ്ഞു, ഒഴിവാക്കി കളഞ്ഞു. സിഗ്നൽ കൊടുക്കുന്നില്ല എങ്കിൽ ഉള്ളിൽ സ്പ്രിങ് വെച്ച് ലോഡ് ചെയ്തുകൊണ്ട് ഇത് വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ ഒരു ലീനിയർ മോഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു ഡിവൈസിന് പറയുന്ന പേരാണ് ഇലക്ട്രിക് ആക്ച്വേറ്റർ. നമ്മൾ സിഗ്നൽ ഇവിടെ കൊടുക്കുന്നു, ഒരു ഇലക്ട്രിക് സിഗ്നൽ കൊടുക്കുന്നു, ഇത് മാഗ്നറ്റ് ആവുന്നു. മാഗ്നറ്റ് ആവുമ്പോൾ ഈ റോഡിനെ അട്രാക്ട് ചെയ്യുന്നു, ഉള്ളിലേക്ക് അട്രാക്ട് ചെയ്യുന്നു. ഇത്രയാണ് ഇലക്ട്രിക് ആക്ച്വേറ്ററിനെ പറ്റി പറയാനുള്ളത്. ഇവിടെ ഒരു ഡയഗ്രാം കൂടിയുണ്ട്, ഇത് നിങ്ങൾ സ്റ്റഡി ചെയ്യുക. വർക്കിംഗ് പറയാം, വേണമെങ്കിൽ പെട്ടെന്ന് ഒരു ഇതിന്റെ വർക്കിംഗ് പറയാം. നിങ്ങൾ തന്നെ സ്റ്റഡി ചെയ്ത് പറയേണ്ടതാണ്. ഒരു വർക്ക് തരാമെന്ന് വിചാരിച്ചാൽ ഇതിന് കുഴപ്പമില്ല, എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടുന്ന് കൺട്രോൾ സിഗ്നൽ വന്നു. കൺട്രോൾ സിഗ്നൽ കറണ്ട് ഫോമിലേക്ക് വരും, കറണ്ട് ആയിട്ട് വരും 420 മില്ലി ആമ്പർ. അതിന് വോൾട്ടേജോ വേറെ ഏതും പാരാമീറ്റർ ആക്കി മാറ്റുമോ ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ നമുക്കിവിടെ സിഗ്നൽ കൺവേർഷൻ യൂണിറ്റ് കൊടുക്കാം. ആംപ്ലിഫയറിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ആംപ്ലിഫയർ നേരെ SCRലേക്ക് കൊടുത്തിട്ടുണ്ട്. SCRനെ ട്രിഗർ ചെയ്യുന്നുണ്ട്. SCRനെ ട്രിഗർ ചെയ്യുമ്പോൾ ഈ AC സിഗ്നൽ നേരെ സോളിനോയിഡിലേക്ക് വരും. സോളിനോയിഡിലേക്ക് സിഗ്നൽ വന്നാൽ സോളിനോയിഡ് ഉള്ളിലുള്ള റോഡ് മൂവ് ചെയ്യും. ഇനീഷ്യലി ഇതാണ് ഈ റോഡിന്റെ പൊസിഷൻ. ഈ പൊസിഷനിലുള്ള റോഡ് ഇങ്ങോട്ടേക്ക് വലിച്ച് ഈ പൊസിഷനിലായിട്ട് മാറും. അപ്പോൾ ഇവിടെ ഒരു ഗിയറിന്റെ ട്രാൻസ്മിഷൻ സിസ്റ്റം ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. ഓട്ടോമാറ്റിക് ഗിയർ ട്രാൻസ്മിഷൻ സിസ്റ്റം. ഈ ഒരു മോഷൻ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഒരിക്കൽ പറയാം, കമ്പ്യൂട്ടർ സോളിനോയിഡ് യൂസ് ടു ചേഞ്ച് ഗിയേഴ്സ് ആണ്. ഗിയറിന്റെ ഇനീഷ്യൽ പൊസിഷൻ ഇതാണ്, ഈ കാണിച്ചിരിക്കുന്ന ഇനീഷ്യൽ പൊസിഷൻ. അപ്പോൾ നമ്മൾ കൺട്രോൾ സിഗ്നൽ കമ്പ്യൂട്ടറിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അതിനെ കറണ്ട് ആണെങ്കിൽ കറണ്ടിനെ വോൾട്ടേജ് ആക്കി മാറ്റി നമുക്ക് ഇവിടേക്ക് കൊടുക്കാം. ആംപ്ലിഫയർ ഉണ്ട്, ഹൈ വാല്യൂ ആക്കാം. നേരെ SCRനെ ട്രിഗർ ചെയ്യാനുള്ള സിഗ്നലാണിത്. ട്രിഗർ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ AC പവർ നേരെ
സോളിനോയിഡിനുള്ളിലൂടെ പാസ് ചെയ്യും. സോളിനോയിഡിനുള്ളിലൂടെ ഇത് പാസ് ചെയ്യുമ്പോൾ, കറണ്ട് പാസ് ചെയ്യുമ്പോൾ അത് ഈ റോഡിനെ, ഇവിടെ ഉണ്ടായിരുന്ന റോഡിനെ അട്രാക്ട് ചെയ്യും, ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ ഇതിന്റെ പൊസിഷനിങ് ആയിട്ട് മാറും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഗിയർ ട്രാൻസ്മിഷൻ മെക്കാനിസം വർക്ക് ചെയ്തിട്ട് വേറൊരു ഗിയറിലേക്ക് മാറും. ഈ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ദ ലാസ്റ്റ് വൺ ഈസ് ഹൈഡ്രോളിക് ആക്ച്വേറ്റർ. ഹൈഡ്രോളിക് ആക്ച്വേറ്റർ പേരിൽ തന്നെയുണ്ട്. ഉപയോഗിക്കുന്നത് ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ആണ്. ഇതാണ് ഹൈഡ്രോളിക് ഫ്ലൂയിഡ്, ഇതിനുള്ളിലുണ്ട്. ഇവിടെ അതിന്റെ ഇക്വേഷൻ ഇവിടെ ഉണ്ട്. F1 എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സിഗ്നൽ, കൺട്രോൾ സിഗ്നൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഏരിയ A1 ആണ്. ഇതിന്റെ ഏരിയ A1, ഇതിന്റെ ഇവിടെയുള്ള ഏരിയ A2. ഇവിടെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പുറത്തേക്ക് ഒരു ഫോഴ്സ് കിട്ടും. ആ കിട്ടുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. FW ഈക്വൽ ടു F1 ഇൻറ്റു A2/A1. F1 ഇൻറ്റു A2/A1. ഈ ഇക്വേഷൻ പ്രകാരം ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ പവർ കൊടുത്തു കഴിഞ്ഞാൽ ആ പവർ ഇവിടത്തേക്ക് കിട്ടും. നമുക്കൊരു ലീനിയർ മോഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ ഹൈഡ്രോളിക് ആക്ച്വേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോട്ടും കൂടി തന്നിട്ടുണ്ട്. നോട്ട് നോക്കിയിട്ട് ആ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക. എന്നിട്ടത് നോട്ട് പിന്നീട് കാണിച്ചാൽ മതി. പിന്നീട് കാണിക്കാൻ നോട്ട് എഴുതി വെക്കുക.